ചോളം ഇത് കണ്ട ഈ ചോളം നടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കാണിക്കുന്നത്. ഇതിപ്പോൾ എല്ലാം എന്തെല്ലാം ചെയ്യുന്നത് വെച്ചാൽ ഇത് ചകരിയുണ്ട്, ചകരിത്തൊണ്ടുണ്ട്, ഇതുണ്ട്, പുല്ലുണ്ട്, പിന്നെ ഇതുണ്ട്, കരിയിലുണ്ട്. ഈ കരിയിലും പോട്ടി മിശ്രിതം അതിലെന്തെല്ലാം ആക്കുക വെച്ചാൽ പിന്നെ കമ്പോസ്റ്റ് വളം, ചകരിച്ചോറ്, പിന്നെ ആട്ടും വളം, പിന്നെ മറ്റേ വേപ്പ് പിണ്ണാക്ക്, പിന്നെ എല്ലുപൊടി, കുമ്മായം, പിന്നെ ചാരം, ഇതെല്ലാം കൂടിയിട്ടാണ് ഞാൻ മിക്സാക്കി വെച്ചതായത്. ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ഇത് എടുത്തിട്ട് നടാല. ഇതെല്ലാം ഇങ്ങനെ ഈ ചോളം ഇത് ഞാൻ ആദ്യമല്ല പണ്ട് കൃഷികളുണ്ട്. ഇപ്പം 2-3-4 കൊല്ലമായിട്ട് ഇപ്പം ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇത് കൂടി ഇത് ഞാൻ നടാനെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഞാനിപ്പോൾ ഒരു ബാഗ് എടുക്കട്ടെ. ബാഗിൽ പിന്നെ ഇത് വാരിയിട്ട് എന്താ ഈ ബാഗ് എടുക്കുക. ഈ ബാഗിൽ ആദ്യം ഇവിടുന്ന് വെച്ചാൽ ഒരു ചേരി എടുത്തിട്ട് ഇതേപോലെ നിരത്തി വെക്കുക. ഈ ചേരി എടുത്ത് വെക്കുന്നത് എന്തിനാ വെച്ചാൽ വെള്ളം നിൽക്കുന്നതായിട്ടാണ് ഈ ചേരി വെക്കുന്നത്. ഈ ചേരി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് വെള്ളം മഴക്കാലമാണ് വരുന്നത്. വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ പച്ചക്കറി നട്ടിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടൂല. പിന്നെ ഒന്നും കിട്ടിയിട്ടില്ല നട്ടിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം, വെള്ളത്തിന് വളരെ ശ്രദ്ധിക്കണം. വെള്ളം കൂടുതലായിപ്പോയെങ്കിൽ പച്ചക്കറി നമുക്ക് വെള്ളത്തിലായി പോവും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും പച്ചക്കറി നടുമ്പോൾ ഇത് ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും. ഈ വെള്ളം പോണ്ടതായ ആ വഴി അതിങ്ങനെ കെട്ടി നിന്നിട്ട് ഇതിനകത്ത് പറ്റി നിന്ന് കഴിഞ്ഞാൽ ഈ ചപ്പും ഈ കാടുമെല്ലാം ഇട്ടിട്ടല്ലേ നമ്മൾ നടുക. അപ്പോൾ ഇതിനും കൂടി വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതങ്ങ് താണു പോവില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ അത് ഉറ്റി പോയിക്കോളും. അതിനാണ് ഇങ്ങനെ നിറച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മേലെ നിറക്കുന്നത് വെച്ചാൽ ഇത് കണ്ടില്ലേ, ഇതാണ് ഇടുന്നത് കരിയിലിട്ടാലെന്ന് വെച്ചാൽ അങ്ങനെ അധികം വെള്ളം കുടിക്കൂല. അതിന് വേണ്ടിയിട്ടാണ് കരിയില മേലെ ഇടുന്നത്. കണ്ടാ, ഇതായിപ്പോൾ ഇടുന്നില്ലോ. പിന്നെ ബാക്കിയെല്ലാം പൊടിച്ച് വളർന്നിട്ടാകുമ്പോൾ നമുക്ക് വേണ്ട പോലെ ചെയ്യാം. ഇപ്പം തൽക്കാലം ഇതിങ്ങനെ നട്ടെ, പൊടിച്ച് കിട്ടുമോ നോക്കട്ടെ നട്ടിട്ട്. ഇനിയിപ്പോൾ എന്നാ വേണ്ട വെച്ചാൽ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ വളം ഇത് നല്ലപോലെ കുത്തി അമർക്കട്ടെ. എന്താ അത് അങ്ങോട്ട് പോകുന്നില്ല. കുത്തി അമർത്തിട്ടില്ലെങ്കിൽ ഇത് എന്തായാലും അമീമ്പം പാട് താവും. അപ്പോൾ ഇനിയിപ്പോൾ എന്നാ വേണ്ട വെച്ചാൽ ഇതിനകത്ത് ഞാൻ ഈ പോട്ടിയും മിശ്രിതം വാരി നടക്കുവാൻ. കണ്ടാ, ഇത് പുതിയ ചകരി കൊണ്ടുവന്നിട്ട് അതിൻ്റെ അപ്പുറം ഇട്ടിട്ട് ആക്കിയതാണ്. ഇപ്പോൾ ഇന്നലെ ഒരു കട്ട കൊണ്ടുവന്നിട്ട് അതാ ഒരു കട്ടയും കൂടി അടിയുണ്ട്. ആ കട്ട കൊണ്ടുവന്നിട്ട് അത് ഞാൻ ആക്കിയിട്ടാണ് ഇത് ഞാനിപ്പോൾ ആക്കിയിട്ടുള്ളത്. ഉണ്ടല്ലേ, ഇപ്പോൾ കണ്ടല്ലോ. ഇതേപോലെ നമുക്ക് പൊടിച്ച് കിട്ടിയിട്ടാകുമ്പോൾ നമുക്ക് വേണ്ടും പോലെ വളം കൊടുക്കുമോ എല്ലാം ചെയ്യുക. ഇപ്പം തൽക്കാലം മഴക്കാലം വരുന്നതുകൊണ്ട് ചളി അധികമുള്ള വളങ്ങൾ കൊടുക്കൽ കുറക്കണം. അതിനാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. കണ്ടാ, ഉണ്ടല്ലേ, ഇതുപോലെ ഇതിനകത്ത് ആക്കി. ഇനിയിപ്പോൾ ഇതിനകത്ത് ഞാനിപ്പം നടാനാ പോകുന്നു. കണ്ടാ, ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലോ. ഇതിപ്പോൾ ഇതിലിപ്പോൾ 10 തയ്യാ മറ്റേ ഉള്ളു, 10 ഉരുവാറ്റ ഉള്ളു, അല്ല 10-15 ഉണ്ട്. ഞാനിപ്പം 2-3 നടുന്നുണ്ട്. ഇത് 3 ബാഗിലാക്കിയിട്ടാണ് നടുന്നത് കേട്ടോ. അതെന്താ വെച്ചാൽ ഇത് പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ച് മാറ്റി നടാം. പൊടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വെറുതെ ആയി പോവില്ലേ. അതുകൊണ്ട് ഒരു 3 ബാഗിലായിട്ടാണ് ഇത് ഞാൻ നടുന്നത്. ഉണ്ടോ, 5 വെച്ച് ഞാൻ നട്ടിട്ടുണ്ട്. അത് പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം പൊടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് മാറ്റി നടാം. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. പൊടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ അകത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിക്കുന്ന ആക്കട്ട വെച്ചിട്ടാണ്. ഇതിപ്പം കണ്ടല്ലോ, ഇതിൽ ചേരി വെച്ചു, അതിൽ അടിയിൽ മേലെ ഇത് വെച്ചു. ഇനിയിപ്പം ഇതാണ് ഇട്ടത് ഈ കരിയിലും കൂടി ഇട്ടിട്ട് കണ്ടോ. ഈ കരിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്നാ വെച്ചാൽ ഈ പുല്ലില്ലേ, ഈ പുല്ല് മേലോട്ട് വരില്ല. അതാണ് കരിയില മേലെ ഇടുന്നത്. എന്താ വെച്ചാൽ ഈ പുല്ല് ഈ കരിയിലേൻ്റെ അടിയിൽ അമിഞ്ഞു പോയിക്കോളും. അത് നമ്മൾ പൊടിച്ച പുല്ല് തന്നെ ആയാലും നമ്മൾ ഈ ചപ്പ് വാരി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ചപ്പ് ഇട്ടാൽ ആടെ പുല്ലുണ്ടാവില്ല. അതുകൊണ്ട് അതിനാണ് ഞാനിത് ഇങ്ങനെ ചെയ്തത്. കണ്ടില്ലേ, ഇതേപോലെ ഇത് കൂടി ഇങ്ങനെ ലേശം ഉണ്ട്. അതുകൊണ്ട് അത് ആടെ ലേശം നോക്കട്ടെ. ആ പുല്ലിങ് മുളച്ച് മേലോട്ട് വന്നാൽ നമുക്ക് വിഷമമാണ്. അതിനാണ് ഇത് കൊടുക്കുന്നത്, ഈ ചപ്പ് കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇത് കണ്ടല്ലോ. ഇതുപോലെ നമുക്കെല്ലാം എല്ലാ കാര്യവും ചെയ്യുന്നത് ശ്രദ്ധയോടെ ചെയ്തോളണം. വർഷകാലത്തെ കൃഷി നല്ലപോലെ ശ്രദ്ധിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കൃഷി ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല.
അതുകൊണ്ട് അല്ല, അതിന് വേണ്ടുന്ന അനുസരിച്ചിട്ട് വെള്ളത്തിന് കണക്കിലെടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതിരുന്നാൽ നമ്മളെ കൃഷിയെല്ലാം വെള്ളത്തിലായി പോവും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നിങ്ങളും നട്ടിട്ടാകുമ്പോൾ ഞാനും നട്ടിനീന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വയ്ക്കും വയ്യ നോക്കി ശ്രദ്ധിച്ചിട്ട് വെള്ളം വരുന്നുണ്ടോ, വെള്ളം നിൽക്കുന്നുണ്ടോ, വെള്ളം പോകുന്നില്ലേ എന്നെല്ലാം നോക്കണം. എൻ്റെ കേബേജും കോളിഫ്ലവറും അപ്പുറം മഴക്ക് വെച്ചിട്ട് അത് ഒന്ന് ചീഞ്ഞു പോയി. ഞാൻ എടുത്തിട്ട് സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സൈഡിൽ മഴ കൊള്ളും ചാറിൽ മാത്രം കൂടുതൽ പെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ അത് ഉണ്ടാവില്ല. അതാണ് ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതേപോലെ നിങ്ങളും ശ്രദ്ധിക്കുക. നമ്മളെ തൈ എന്തുണ്ട്. പിന്നെ മുളക് അതൊന്നും പ്രശ്നമില്ല. അതെല്ലാം എത്ര ഉണ്ടായാലും ഏടിയായാലും ചെയ്യിക്കും. മനസ്സിലായില്ലേ? ഇപ്പം കണ്ടില്ല, ഇതും കൂടി നട്ടേ. ഇത് നട്ടു. ഇനിയിപ്പോൾ ഇത് കൂടെ നട്ട് 5 എണ്ണം ഉണ്ട് നടാൻ. വേണ്ട, ഇത് 5 എണ്ണം ഞാൻ ഇതിൽ നട്ടു. ഇനി 5 എണ്ണം കൂടി നടാൻ, ഇനി ഒന്നിലും കൂടി നടാനുണ്ട്. ഇത് നട്ടിട്ട് വേണം. ഇത് നട്ട് പൊടിച്ചാൽ നമുക്കിപ്പം എത്ര വേണ്ടിക്കിലും ആക്കാം. എത്ര കൃഷി വേണ്ടിക്കും നമുക്ക് ചെയ്യാം. വേറെ പറിച്ച് നടാലോ. ഒരുപാട് തൈ ഉണ്ടെങ്കിൽ നമുക്ക് പറിച്ച് നടാൻ പറ്റും. ഒരു പ്രശ്നവും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ചെയ്യുന്നത്. കണ്ടല്ലോ, ഇത് നിങ്ങൾ കണ്ടല്ലോ, ഉണ്ടില്ലേ? ഇതാണ്. ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പച്ചക്കറീനെ രക്ഷപ്പെടുത്താൻ കഴിയും. പച്ചക്കറീനെ അല്ലെങ്കിൽ പച്ചക്കറി രക്ഷപ്പെടില്ല. ഞാൻ ഇനിയിപ്പോൾ പുല്ലാണ് ഇടുന്നത്. ഈ പുല്ലാണ് ഇടുന്നത്. നല്ല മൊത്തങ്ങേൻ്റെ പുല്ലാണ്. ഇത് നല്ല മരുന്നും കൂടിയാണ്. ഇതാണ് ഞാൻ തികച്ചും പറിച്ച് കയ്യോടെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടില്ലേ? നല്ല മൊത്തങ്ങേൻ്റെ പുല്ല്. മൊത്തങ്ങ എന്ന് പറഞ്ഞാൽ മരുന്നാ, നല്ല മരുന്നാ. അതുകൊണ്ട് അത് വലിയ അതും കൂടി ഞാൻ ഇതിൽ കൃത്യമായിട്ട് കൊണ്ടുവച്ച അതാണ്. പക്ഷെ ഇഷ്ടംപോലെ ഇനിയിപ്പോൾ കാടും പുല്ലും വയ്ക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഇനിയിപ്പം ഇനി നമുക്കിപ്പം ഇവിടെ പൊന്നാകണ്ണി ചീരയുണ്ട്. ഇനി ഇഷ്ടംപോലെ വയക്കി എടുക്കാൻ. ഇനി അത് വയക്കിയിട്ട് അതിൽ നടാൻ പറ്റും ഇഷ്ടം പോലെ. അതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ലെങ്കിൽ പേടിക്കാനില്ല. വയക്കി എടുക്കണം, കൊണ്ടുവരണം. പുല്ലും പൊന്നാകണ്ണി ചീരയും കൂടി ഇട്ടിട്ട് നട്ടാലേ നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നല്ല വിളവ് കിട്ടും. കണ്ടില്ലേ? ഇതുപോലെ ഇതിൽ നട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ നടുക. അടിയിൽ അമർത്ത് വെക്കുക. വേഗ പൊട്ടിപ്പോന്ന് പറയാൻ പഴയ വേഗമായതുകൊണ്ട്. ഇത് കണ്ട. ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ട് കണ്ടില്ലേ? ഉണ്ടല്ലോ. ഇതേപോലെ ഈ കരിയിൽ അങ്ങനെ വാരിയിട്ട് നമ്മൾ ആ പുല്ല് എന്നാൽ മേലോട്ട് പൊന്തൂല. അടിയിലിടുന്ന പുല്ലിന് ഈ കരിയില വാരിയിട്ടാലേ ആ പുല്ല് നമുക്ക് മേലോട്ട് പൊന്താണ്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ അമർന്ന് നിന്നോളൂ. ഇല്ലെങ്കിൽ ഈ വെള്ളപ്പറ്റ് വീഴുമ്പോൾ ഇതെന്ത് എടുക്കും വെച്ചാൽ ഇത് പൊന്തി വരും. പൊന്തി വന്നാലെന്നാ നമുക്ക് കാടായിട്ട് മാറും. പിന്നെ ഇത് പൊരിക്കാനേ നേരം ഉണ്ടാവില്ല. അതിനാണ് ഈ മേലെ കരിയില ഞാൻ ഇടുന്നത്. കണ്ടാ? കരിയില ഇഷ്ടം പോലെ വളപ്പിൽ മരം മുറിച്ചിട്ടുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. വാരിക്കൊണ്ടുവരാൻ കഴിയില്ലാന്നേ ഉള്ളൂ. വാരിക്കൊണ്ടുവരാൻ ആവില്ലാന്ന് മാത്രമേ ഉള്ളൂ. മറ്റു ചപ്പിന് ഒരു കുറവുമില്ല. ഇനി ചപ്പുണ്ടാവില്ല. മരമെല്ലാം കൊടുത്തു ഉണ്ടില്ലേ? എന്നാലും ഉണ്ടാവും. നമ്മളെ ആവശ്യത്തിനെല്ലാം കിട്ടും. ഇതേപോലെ നമ്മളിത് വാരി നിറച്ച് ഇത് മൂന്നെണ്ണത്തിലാക്കി അങ്ങ് നട്ട് കൊടുത്താൽ ഈ കൃഷിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. എൻ്റെ അടുത്ത് ഇല്ലാത്ത കൃഷികളെല്ലാം ഇന്നിക്കെല്ലാം എല്ലാം അതിൻ്റെ ബാക്കി ഭാഗം എല്ലാം ഞാൻ നോക്കിയിട്ട് കൊണ്ടുവന്ന് നടും. എന്തെല്ലാം ഇനി നടാനുള്ളത് നോക്കിയിട്ട്. അതാണ്. ഉണ്ടില്ലേ? ഇതേപോലെ ഇപ്പം പച്ചക്കറി വിത്തെല്ലാം കടയിൽ പോയിട്ടാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പം അത്ര വിത്തിനെല്ലാം ഒരുപാട് പൈസ ഉണ്ട്. 10 എണ്ണത്തിന് 50 ഉറുപ്പിയുണ്ട്, 5 ഉറുപ്പിയുണ്ട് ഒരു വിത്തിന്. പൊടിച്ച് കിട്ടുന്ന ഹൈബ്രിഡ് വിത്തിന് 5 ഉറുപ്പിയുണ്ട് ഒരു വിത്തിന്. കണ്ടില്ലേ? ഇതും കൂടി ഞാൻ നട്ട് കൊടുക്കട്ടെ.
കണ്ടോ, ഇതും കൂടി നട്ട് കൊടുത്തിട്ട്, ഇത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പറിച്ച് നടാം. പിന്നെ മഴ വളർന്നു കഴിയുമ്പോൾ നമുക്ക് തേച്ചും പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറിച്ച് നടാൻ പറ്റും. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് ആക്കാം. ഇതാ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടല്ലോ നിങ്ങൾ, ഇതാ 3 എണ്ണം ഞാനിവിടെ നട്ടിട്ടുണ്ട്.